പണ്ടുള്ള പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞാൽ വീട്ടിൽ വെച്ച് കഷ്ടപ്പെട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓ, അപ്പൊ കുത്തുവാള എടുത്താലേ സിനിമ വിജയിക്കുന്നതാണോ പറയുന്നത്? പടം തിയേറ്ററിൽ ഓടണമെന്ന് ബന്ധമില്ല, തിയേറ്ററിൽ ഓടണമെന്ന് ബന്ധമില്ല. ഒരുപാട് രീതിയിൽ കാശ് കിട്ടുന്നുണ്ട്, തിയേറ്ററിൽ ഓടാതെയും കാശ് കിട്ടുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരുടെ ക്യാമറാമാൻ, അവർക്ക് എന്ത് കിട്ടുന്നു? ഈ ലൈറ്റ് ബോയ്സ് അങ്ങനത്തെ ആൾക്കാർക്ക് എന്ത് കിട്ടുന്നു? 1000 ആൾക്കാരെങ്കിലും ഒരു സിനിമയിൽ, മിനിമം 500 ആൾക്കാരെങ്കിലും ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? അവർക്കെല്ലാം എന്ത് കിട്ടുന്നു പറഞ്ഞാൽ അവർക്ക് ഫെയിമും കിട്ടുന്നില്ല. ഇവിടെ ആക്ടേഴ്സും ആക്ട്രസ്മാരാണ് എല്ലാം കൊണ്ടുപോകുന്നത്, മണിയും ഫെയിമും. സൗണ്ട് എഞ്ചിനീയർ, എഡിറ്റേഴ്സ്, എത്ര പേര് പറഞ്ഞു അവരൊന്നും അറിയപ്പെടുന്നുമില്ല. അവർക്ക് കിട്ടുന്ന കാശും വളരെ കുറവാണ്. അവരറിയപ്പെടാൻ വേണ്ടി അവർ നടിക്കാൻ വരുന്നില്ല, അവർ അറിയപ്പെടും. ഇപ്പൊ റസൂൽ ബുക്കിന്റെ സൗണ്ട് വാളാണ് വിളിച്ചോണ്ടിരുന്നത്. റസൂൽ ബുക്കിക്ക് അവിടെ എപ്പോഴും ഫേമസ് ആയി വരുന്നത് ആക്ടേഴ്സോ ആക്ട്രസ്മാർക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റിയോ മണിയോ വേറെ ആർക്കും കിട്ടില്ല. കാരണം അവരെയാണ് ആൾക്കാർ കാണുന്നത്. അതൊരു തലവല്ലേ, ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ്. എല്ലാവർക്കും ആക്ടേഴ്സും ആക്ട്രസും ആവാൻ പറ്റില്ലല്ലോ. അത് സിനിമ ഫീൽഡിൽ ആക്ടേഴ്സും ആക്ട്രസ്മാരെക്കാട്ടിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒന്നും ആവണില്ല. ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, അയാളൊന്നും അറിയപ്പെടുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോഹൻലാലിന്റെ അത്രയും പോപ്പുലാരിറ്റി പ്രിയദർശനം ഉണ്ടെന്ന്? തീർച്ചയായിട്ടും ഉണ്ട്. മോഹൻലാൽ വേറൊരു തലമാണ്, അദ്ദേഹം ആക്ടർ നിലയിൽ അറിയപ്പെടുന്നതാണ്. ആക്ടറുടെ തലവും ഡയറക്ടറുടെ തലവും രണ്ടല്ലേ? ആക്ടർ അറിയപ്പെടുന്ന പോലെ വേറെ ആരും അറിയപ്പെടും. ആക്ടർ അല്ലെ ആക്ട്രസ്മാർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനോ ഫെയിമോ വേറെ ആർക്കും എത്രയോ ആൾക്കാർ. ഇപ്പൊ ഞാൻ പോലും സിനിമയെ കുറിച്ച് സിനിമ സീരിയസ് ആയി കാണുന്നവർക്ക് അറിയാം, അല്ലാതെ സാധാരണ പബ്ലിക്കിനെ എങ്ങനെ അറിയാം? സാധാരണ പബ്ലിക് എന്ന് പറയുമ്പോൾ മമ്മൂട്ടി മോഹൻലാലും കിട്ടിയ പബ്ലിസിറ്റി വേറെ ആർക്ക് കിട്ടുന്നത്? തീർച്ചയായിട്ടും മമ്മൂട്ടി മോഹൻലാലും കിട്ടിയ പബ്ലിസിറ്റി ലെജൻസ് തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് പൃഥ്വിരാജ് അറിയപ്പെടുന്നില്ലേ? പൃഥ്വിരാജ് അറിയപ്പെടുന്നില്ലേ? നടൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നടി എന്ന് പറയുന്ന ഒരു വിങ് ആണ്, ഒരു സിനിമയുടെ ബ്രെയിൻ വർക്ക് എല്ലാം ചെയ്യുന്ന ഡയറക്ടേഴ്സും. അതുകൊണ്ടാണ് അവർ ഫെയിം എന്ന് ആഗ്രഹിക്കാത്തത്. അവരൊരിക്കലും ലൈംലൈറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അത് പറയാൻ പറ്റില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നടനത്തിലേക്ക് വരണ്ടേ? ഹോളിവുഡിലല്ല ഡയറക്ടേഴ്സിന്റെ പേരിലാണ് സിനിമ അറിയപ്പെടുന്നത്. സ്പിൽബർഗിന്റെ പേരില്ല, കാമറൂണിന്റെ പേരിലാണ്, ക്രിസ്റ്റഫർ നോളൻ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആക്ടറിന്റെ ആക്ടേഴ്സിന്റെ പേരിൽ അറിയപ്പെടുന്ന. ഫോറിൻ കൺട്രീസിൽ അങ്ങനെയല്ല, ഹോളിവുഡിലല്ല. അവിടെ ക്രിസ്റ്റഫർ നോളന്റെ പടം പറഞ്ഞിട്ടില്ലേ? കമൽ ഫിലിം, സത്യനന്ദിക്കാട്, ജീത്തു ജോസഫ്. അതല്ല സിനിമ കാണുന്ന മറ്റുള്ളവർ അത്രയും പബ്ലിസിറ്റി കിട്ടില്ല അവർക്ക്. സിനിമ റെഗുലറായി സിനിമ കാണുന്നവരും സിനിമയെ സീരിയസ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. വേറെ സാധാരണ ആൾക്കാർക്ക് മമ്മൂട്ടി മോഹൻലാൽ അറിയാത്ത മലയാളീസ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അല്ല, അത്രയും പബ്ലിസിറ്റി ഞാൻ പറഞ്ഞ ഇവർക്ക് കിട്ടില്ല എന്നുള്ള പറഞ്ഞു. ഇവരുടെ അത്രയും കിട്ടില്ല പറഞ്ഞു. അതിൽ അത്രയും തന്നെ കിട്ടണമെങ്കിൽ അവരെല്ലാരും ആക്ട് ചെയ്യാൻ പോകണ്ടേ? അവർക്കൊന്നും ആക്ട് ചെയ്യേണ്ട ആവശ്യം. ഇതുകൊണ്ട് അവർക്ക് റെക്കഗ്നൈസ് കിട്ടുന്നില്ല. ഹോളിവുഡിലെ ക്രിസ്റ്റഫർ നോളൻ, ഹോളിവുഡിലെ സിനിമ അറിയപ്പെടുന്ന ജെയിംസ് കാമറൂണിന്റെ പേരിലും ക്രിസ്റ്റഫർ നോളന്റെ പേരിലും സ്പിൽബർഗിന്റെ പേരിലും. മലയാള സിനിമയാണ് ഇത്, കോളിവുഡ് അല്ലേ? ആയിക്കോട്ടെ, ഇവിടുത്തെ കുഴപ്പമാണ് ഇവിടെ എല്ലാ ക്രെഡിറ്റ്സും എല്ലാം കൊണ്ടുപോകുന്ന ആക്ടേഴ്സും ആക്ട്രസ്മാരുമാണ്. ഞാൻ കേട്ടിട്ട് മമ്മൂട്ടി ആക്ടിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ജോൺ പോൾ പാട്ട് പാടിയിട്ടില്ല. അതല്ലേ വരെ ചെറുതായിട്ട് പുള്ളിക്ക് ഒരുപാട് ലിമിറ്റേഷൻ. പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ പുള്ളിക്ക് പറ്റില്ല. മമ്മൂട്ടിക്ക് ആക്ടിങ് മാത്രമേ അറിയുള്ളൂ. അതന്നെ കഷ്ടപ്പെട്ടാ ചെയ്യുന്ന. അത് ശരി, ആക്ടിങ് മാത്രമേ മമ്മൂട്ടിക്ക് അറിയുള്ളൂ. ആക്ടിങ് മാത്രം അറിയാവുന്ന മോഹൻലാലിന്റെ അത്രയും ടാലന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മമ്മൂട്ടി ടാലന്റഡ് അല്ല. പുള്ളി പറഞ്ഞിട്ട് തേച്ച് മിനിക്ക് വന്ന് നടന്ന പുള്ളി പറഞ്ഞിട്ടുണ്ടോ? ഓഫ് കോഴ്സ് അത് വേണം. ഒരു നടൻ എന്നല്ല ഏത് ജോലിയിലും ഹാർഡ് വർക്ക് ആവശ്യമാണ്. ഒരു ബോൺ ആക്ട് പറയുന്നത് മോഹൻലാലാണ്. മോഹൻലാലിന്റെ മെത്തേഡ് ആക്ടിങ്ങും നാച്ചുറൽ ആക്ടിങ് രണ്ടും ഉണ്ട്. ഇയാൾക്ക് പല റോളും ഇപ്പൊ മമ്മൂട്ടി ചെയ്ത എല്ലാ റോളും മോഹൻലാലിന് പറ്റും. പക്ഷെ മോഹൻലാൽ ചെയ്ത എല്ലാ റോളും മമ്മൂട്ടിക്ക് പറ്റില്ല. ഓരോരുത്തർക്ക് അനുയോജ്യമായതുള്ള മാത്രമേ സ്ക്രിപ്റ്റ് മോഹൻലാലിന് ഒരു 80 അവസാനം 90 എന്റെ ചൈൽഡ്ഹുഡ് സമയത്ത് ബ്രഹ്മയുഗം മോഹൻലാലിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? അത് അഭിനയിക്കാൻ പറ്റും, പക്ഷെ പുള്ളിയുടെ ബോഡി കാണിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. അതെന്താ? പുള്ളിക്ക് അങ്ങനെ സ്റ്റിഫ് ആയിട്ടുള്ള ബോഡി ഇല്ല. അദ്ദേഹം ഏതിനു വേണ്ടിയും തയ്യാറാകുന്ന ഒരു മനുഷ്യനാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. എന്റെ ചൈൽഡ്ഹുഡ് സമയത്ത് 80 അവസാനം 90 ആദ്യം അന്ന് മോഹൻലാൽ ചെയ്ത റോൾസിന്റെ റേഞ്ച് ഒന്നും ആർക്കും പറ്റില്ല. വ്യത്യസ്തമായ റോൾസാണ് ചെയ്തത്. ഇപ്പൊ മമ്മൂട്ടി എന്താണ് അന്ന് ചെയ്തെന്താണെന്ന് കുഴപ്പം? മമ്മൂട്ടി അന്ന് ചെയ്ത ഇത്രയും വെറൈറ്റി ഇത്രയും ചെയ്തിട്ടുണ്ട്. അത് മാത്രം പുള്ളിക്ക് ആ സമയത്ത് ഹ്യൂമർ പറ്റില്ലായിരുന്നു, പലതും പറ്റില്ലായിരുന്നു. ഓരോരുത്തർക്ക് പറ്റുന്നതല്ലേ ഏറ്റവും വേഴ്സറ്റാലിറ്റി. എന്ത് റോളും ചെയ്തൊരു മോഹൻലാലാണ് ആ സമയത്ത്. എന്ത് റോൾ കൊടുത്താലും ചെയ്യുന്ന
പുള്ളിയുടെ റേഞ്ച് വളരെ ഹൈ ആയി. എന്ത് റോൾ കൊടുത്താൽ വിളിച്ചു. താങ്കൾ തന്നെ പറയുന്നു മോഹൻലാൽ നാച്ചുറൽ ആക്ടർ ആണെന്ന് പറയുന്നു. നാച്ചുറലും ആണ്, മെത്തേഡും ആണ്. മെത്തേഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് പ്രിപ്പയർ ചെയ്യും, അല്ലാത്ത സ്ഥലത്ത് നാച്ചുറൽ. എന്നാലും രണ്ടുപേരും കൂടെ ഒരു രണ്ട് ത്രാസിലിരുത്തിയാൽ രണ്ടുപേരും ഒരുപോലെയാണ്. ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് പടങ്ങൾ മമ്മൂട്ടിയിൽ നിന്ന് വരുന്നില്ലേ? മമ്മൂട്ടിയുടെ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. അപ്പൊ നേരത്തെ ഒന്നും ബാഡ് ടൈംസ് ആയിരുന്നു. ബാഡ് ടൈം നല്ല, ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ടൈം ഇപ്പോഴാണ്. അത് മെയിൻലി സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊണ്ടാണ്. നല്ല സ്ക്രിപ്റ്റ്. അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങളോ അല്ലെങ്കിൽ ആക്ടിങ്ങോ കൊണ്ടല്ല, സ്ക്രിപ്റ്റ് കൊണ്ട് മാത്രമാണോ? അല്ല, പുള്ളി ഒരു റോഷാക്ക്, ഭ്രമയുഗം, ഇതൊക്കെ ആക്ഷൻ തന്നെ വേണ്ടേ? അല്ല, സ്ക്രിപ്റ്റ് നല്ല സ്ക്രിപ്റ്റ് ചൂസ് ചെയ്ത പുള്ളി. നല്ല പുള്ളി വെള്ളിത്തിരയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കണ്ടേ സന്തോഷ്? ഭാവ അഭിനയത്തിൽ കാര്യത്തില് മോഹൻലാൽ തന്നെയാ മുന്നില്ല. മമ്മൂട്ടിക്ക് സ്ലാങ്. ഭ്രമയുഗത്തിൽ കൂടുതലും ഭാവാഭിനയമാണ്. ഭാവാഭിനയം ഇല്ലായിരിക്കും ഭ്രമയുഗം പാളിപ്പോയനെ. ഭാവാഭിനയത്തിലെ ഏറ്റവും മുമ്പിൽ മോഹൻലാൽ തന്നെയാണ്. ഈ സ്ലാങ്, പിന്നെ മറ്റേ പൗരുഷ ശബ്ദം, ഇതിലെല്ലാം മമ്മൂട്ടി. ഒരു പാതിരാ കൊലപാതകം, അതിനകത്ത് മമ്മൂട്ടി എത്ര റോളിൽ അഭിനയിച്ചു, എന്തെല്ലാം വേഷങ്ങളിൽ അഭിനയിച്ചു. മമ്മൂട്ടിക്ക് പല മോഹൻലാൽ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ റോൾ പലരും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു കിലുക്കം പോലെ മൂവിയോ സ്പടികം പോലെ മൂവി ചെയ്യാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന്റെ ജോണർ അല്ല. അദ്ദേഹം പപ്പയുടെ സ്വത്ത് അപ്പൂസ് ചെയ്ത് തമാശകൾ ചെയ്തു. പറഞ്ഞെന്താണ്, മമ്മൂട്ടി ചെയ്ത എല്ലാ റോളും മോഹൻലാലിന് പറ്റും, പക്ഷെ മോഹൻലാൽ ചെയ്ത എല്ലാ റോളും മമ്മൂട്ടിക്ക് പറ്റില്ല. അതിപ്പോ പറയാനൊന്നും പറ്റില്ല. റേഞ്ച് മമ്മൂട്ടിക്ക് ഇല്ല. അതാ ഞാൻ ചോദിച്ചത്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം മോഹൻലാൽ അഭിനയിച്ച, മമ്മൂട്ടിയുടെ റോഷാക്ക് മോഹൻലാൽ അഭിനയിച്ച, മമ്മൂട്ടിയുടെ പൊന്തമാട മോഹൻലാൽ അഭിനയിച്ച എന്ത് സംഭവിക്കും? മോഹൻലാലും മമ്മൂട്ടിയും കമ്പയർ ചെയ്താ, ഇനിയിപ്പോ അഭിനയിപ്പിച്ച് നോക്കണം. ഞാൻ പറയട്ടെ, മോഹൻലാലും മമ്മൂട്ടിയും കമ്പയർ ചെയ്താ ആസ് ആൻ ആക്ടർ ആണെങ്കിലും പ്രൊഫഷണൽ ഡെഡിക്കേഷൻ ആണെങ്കിലും മോഹൻലാൽ തന്നെയാണ് മുന്നിൽ. പക്ഷെ പേഴ്സണലി സന്തോഷി പറയുന്നത് കാരണം മമ്മൂക്ക എന്ന് പറഞ്ഞ മെഗാസ്റ്റാറിനെയാണ് താങ്കൾ ചവിട്ടി താഴ്ത്തുന്നത്. ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻ നടന്നു. ആ ലിമിറ്റേഷൻ അപ്പുറം അഭിനയിക്കുന്ന നടനാണ് അദ്ദേഹത്തെ. നമ്മളെ ഹാറ്റ്സ് ഓഫ് അല്ലേ ചെയ്യേണ്ടത്? ഇത്ര കാലങ്ങളായിട്ട് മലയാളം നെഞ്ചിലേറ്റ നടനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. ഇയാളെ പോലെ ഒരു ബോൺ ആക്ടർ അല്ല മോഹൻലാൽ, ആക്ടർ ആവാൻ വേണ്ടി ജനിച്ച ആളാണ്. അദ്ദേഹം പഠിച്ചു ലോയറായി എന്നതാണോ അദ്ദേഹത്തിന്റെ തെറ്റ്? പഠനം ഒരു തെറ്റാണ്. നാച്ചുറൽ ആയിട്ട് ഒരു ആക്ടിംഗ് ടാലന്റ് ഇല്ല. പുള്ളി തേച്ച് മിനിക്ക് പുള്ളിയുടെ മെത്തേഡ് ആക്ടിങ് മാത്രമേ പുള്ളിക്ക് പറ്റുള്ളൂ. പുള്ളി രാജമാണിക്കും പോലും മെത്തേഡ് ആക്ടിംഗ് ചെയ്താൽ. മമ്മൂട്ടിക്ക് മെത്തേഡ് ആക്ടിങ് മാത്രമേ പറ്റുള്ളൂ. മോഹൻലാലിന് മെത്തേഡും പറ്റും, നാച്ചുറലും പറ്റും. മെത്തേഡ് ആക്ടിങ് ആർക്ക് വേണം ചെയ്യാം. ഞാൻ വിചാരിച്ചു എനിക്കൊരു മെത്തേഡ് ആക്ടർ ആവാം. താങ്കളുടെ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ല, മെത്തേഡ് ആക്ടിംഗ് കാണിച്ച എനിക്കാവാം. മറ്റേ എനിക്ക് ആക്ടിങ് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നില്ല. ഇപ്പൊ നേരിൽ തന്നെ അവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. വേറെ മെത്തേഡ് ആക്ടിങ് ആർക്ക് വേണം ചെയ്യാം. ഇപ്പൊ ഹോളിവുഡിലെ മിക്ക നടന്മാർ 2 വർഷം കഥാപാത്രമായി മാറി. കമൽഹാസൻ ചെയ്യുന്ന അതാണ്. ഇപ്പോഴത്തെ എമർജിങ് ആക്ടർ ഫഹദ് ഫാസിൽ, എല്ലാവരും ഇവർ 98% ആക്ടേഴ്സും മെത്തേഡ് ആക്ടിങ് ആണ്. മമ്മൂട്ടി ആണെങ്കിലും. പൃഥ്വിരാജ് വലിയ ആക്ടറായിട്ട് തോന്നിയില്ല. ഒരുപാട് ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഇപ്പൊ ജയസൂര്യ, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പല നടയിൽ എന്ത് ഹ്യൂമർ ആണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്? സ്പോണ്ടേനിയസ് ഹ്യൂമർ ആണ്. താങ്കൾ ആ പടം കണ്ടില്ലേ? പൃഥ്വിരാജ് ഇസ് മോർ എ ഫിലിമേക്കർ ആണ്. ഓക്കെ. ആടുജീവിതം ഒന്നും ആ പ്രതീക്ഷ വന്നിട്ടില്ല. പൃഥ്വിരാജ് ആസ് എൻ ആക്ടറിനെക്കാട്ടും ഫിലിമേക്കർ ആണ്. പുള്ളി ഒരു ഫിലിമേക്കർ ആണ്. ആക്ടിംഗിൽ ഇപ്പൊ കമൽഹാസനെക്കാട്ടും വലിയ ആക്ടറായിട്ട് എനിക്ക് തോന്നി മോഹൻലാലാണ്. കമൽഹാസൻ മെത്തേഡ് ആക്ടറാണ്. നാച്ചുറൽ ആക്ടിംഗ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ സിനിമ കൊണ്ടുപോകുന്നത്? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആക്ടർ മോഹൻലാലാണ്. ഓക്കെ, നല്ല വലിയ ആക്ടർ തന്നെയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് മമ്മൂട്ടി മോശം നടനല്ല. മോശം നടനാണ് പറഞ്ഞില്ല. ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ കഴിവില്ലെന്നാണ് താങ്കൾ പറഞ്ഞത്. കഴിവില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് കഴിവില്ല. കമ്പയർ ടു മോഹൻലാലാണ് ബെറ്റർ. ഇപ്പൊ മോഹൻലാലിന്റെ പടങ്ങളെക്കാളും കൂടുതൽ ഹിറ്റാന്ന് മമ്മൂട്ടിയുടെ പടങ്ങളാണല്ലോ. ഹിറ്റ് ആയതുകൊണ്ട് കാര്യം രജനീകാന്തിന്റെ എത്ര പടം ഹിറ്റ് ആയിട്ട് ഓടുന്നു. ഇതുകൊണ്ട് അയാൾ നല്ല ആക്ടറാണ്. ക്ലാസിക് മൂവീസ് അദ്ദേഹം ചെയ്തില്ലേ? ഭ്രമയുഗം, റോഷാക്ക് രജനീകാന്തിന്റെ എത്രയോ പടങ്ങൾ ഓടിയിരിക്കും. മമ്മൂട്ടി മോഹൻലാൽ ഒരിക്കലും ചെയ്തിട്ടില്ല റോഷാക്ക് പോലുള്ള പടങ്ങള്, കണ്ണൂർ സ്ക്വാഡ് പോലുള്ള പടങ്ങള്. അതുപോലെ ഈ പറയുന്ന ഭ്രമയുഗം മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് പുള്ളിയുടെ കുഴപ്പം പറഞ്ഞാൽ പുള്ളി ഇപ്പൊ ഒരു കംഫർട്ട് സോണിലാണ്. കംഫർട്ട് സോണോ? സോണിലാണ് ഇപ്പൊ മോഹൻലാലിന്റെ ഫോക്കസ് സിനിമയിലോ ആക്ടിങ്ങിലല്ല. പുള്ളിയെ ചുറ്റും ഒരു ഗ്യാങ് ഉണ്ട്, അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ 80s 90s അങ്ങനെയല്ല. മോഹൻലാലാണ് തീരുമാനിച്ചോണ്ടിരുന്ന. മോഹൻലാൽ അന്ന് അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ യൗവനം പറയാൻ പറ്റില്ല. മമ്മൂട്ടി യൗവനല്ലേ? മമ്മൂട്ടി ഇന്നും മോഹൻലാലാണ്. നിങ്ങൾ മമ്മൂട്ടി ക്രിട്ടിസൈസ് ചെയ്യുന്ന അവഹേളിക്കുന്നു. അദ്ദേഹത്തിന്റെ ലുക്കിലും മട്ടിലും എല്ലാം അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ പറയട്ടെ, പറയൂ. ഇന്നാളെ സിബി മലയിൽ ദശരഥ എന്ന സിനിമയും കൊണ്ട് മോഹൻലാൽ ചെന്നപ്പോ മോഹൻലാലിന്റെ അടുത്ത് എത്താൻ പോലും പറ്റുന്നില്ല പലർക്കും. പല ഡയറക്ടേഴ്സിനും പുള്ളി ഇപ്പൊ മാസ് ഫിലിംസാ മെയിൻലി ചെയ്യുന്ന. ഇപ്പൊ മാസ് ഫിലിംസാ ചെയ്യുന്ന. ഇപ്പൊ പല ഡയറക്ടേഴ്സിനും മോഹൻലാലിന്റെ അടുത്ത് കൂടെ എത്താൻ പറ്റുന്നില്ല. ഇറ്റ്സ് നോട്ട് അപ്രോച്ചബിൾ. കാരണം ചുറ്റും ഒരു ഗ്യാങ് ഉണ്ട്, അവരാണ് കൺട്രോൾ ചെയ്യാൻ. ഇവിടെ തന്മാത്രം എന്ന സിനിമ ആദ്യം ബ്ലസ്സി മോഹൻലാൽ വന്നപ്പോ മോഹൻലാൽ ചുറ്റിലെ ആൾക്കാർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല.
പിന്നീട് മോഹൻലാൽ പിന്നെ എങ്ങനെയോ കണ്ടു, ബ്ലസ്സിൽ കണ്ടപ്പോഴാണ് സ്ക്രിപ്റ്റ് വെച്ച് പുള്ളി പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. ശ്രീനിവാസൻ മോഹൻലാലിനെ കളിയാക്കി പോലെ പറഞ്ഞില്ലേ, കുറെ സത്യം തന്നെയാണ്, കുറെ സത്യം തന്നെയാണ്. പുള്ളിയെ ചുറ്റുള്ള ഗ്യാങ്ങാണ് പുള്ളി നശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മോഹൻലാൽ ഇപ്പോഴും നല്ല റോൾസ് കിട്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് പോയി ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി. പുള്ളിക്ക് ആകെ പറയാവുന്ന ഭാവാഭിനയമാണ്, അതാ കൂട്ടി കളഞ്ഞിരിക്കുന്നത്. താങ്കളുടെ ഇനി ലൈഫിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഇത്രയും നേരം സിനിമ വിശേഷങ്ങളും സിനിമയുടെ താങ്കളുടെ പെർസ്പെക്റ്റീവും ഒക്കെയാണല്ലോ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ആസ് എ പേഴ്സൺ എന്ന നിലയിൽ താങ്കൾ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താൻ ആഗ്രഹം, അത് ഇതിലും താഴേക്ക് പോവുമോ താങ്കളുടെ രീതികളൊക്കെ? നെഗറ്റീവായി പറയുന്ന ഇങ്ങനെ ചില കാര്യങ്ങൾ ഒഴിവാക്കണമെന്നുണ്ട്. എന്തുകൊണ്ട് മലയാള സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ താങ്കളുടെ റിവ്യൂ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത റിവ്യൂകൾ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് മിക്ക സിനിമകളും ഇപ്പൊ ഇവിടെ നടക്കുന്ന റിവ്യൂ അല്ല, കോമാളിത്രമാണ്. അപ്പൊ അതിൽ താങ്കളും പെടത്തില്ലേ? ഞാൻ പെടുന്നില്ല, കാരണം ഞാൻ റിവ്യൂ ശരിക്കും ജെന്യുവൻ റിവ്യൂ പറയുന്ന വേറെ പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ കിംബോയ് കുറെ ആൾക്കാർ ഉണ്ടല്ലോ. അശ്വങ്കോക്കിനെക്കാട്ടും ജെന്യുവൻ റിവ്യൂ എനിക്ക് തോന്നിയത് ഉണ്ണിൽ ലോകാണ്. അശ്വങ്കോക്കും കുറെ കോമാളിത്തരം കാണിക്കുന്നുണ്ട്. ഷസാം മെയിൻലി ടെക്നോളജി അതൊക്കെയാണല്ലോ. എനിക്ക് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടും എല്ലാ രീതിയിലും പറയുന്നത് ഉണ്ണിൽ ലോക തോന്നിക്കുന്നത്. താങ്കൾ ഏത് തരത്തിലാണ് ഇനി റിവ്യൂ? ഞാൻ തിയേറ്റർ റിവ്യൂയുടെ ആളാണ്. തിയേറ്റർ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഞാൻ ആ തിയേറ്റർ റിവ്യൂ ഒരു ബ്രീഫായിട്ട് ഒരു ഷോർട്ട് ടൈമിൽ കൊടുക്കുന്ന ആളാണ്. മുഖ്യധാര സിനിമകളിലേക്ക് ഈ ഷോർട്ട് ഫിലിം നിർത്തിയിട്ട് മുഖ്യധാര സിനിമകളിലേക്ക് ശ്രമിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ ഒമറിലൂടെ പടത്തിൽ അഭിനയിച്ചു, മമ്മൂട്ടിയുടെ ബസ്സുകയിൽ അഭിനയിച്ചു. ഞാൻ ആക്ടിങ്ങിനോട് വലിയ പാഷനൊന്നുമില്ല, വലിയ റീടേക്ക് ഒന്നും എടുക്കുന്നില്ല. അധികം റീടേക്ക് എടുക്കില്ല, പെട്ടെന്ന് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ആക്ടിങ് അതുകൊണ്ടല്ല, എന്റെ നാച്ചുറൽ ആക്ടിംഗ് ആണ്. ആക്ടിംഗ് പ്രോസസ് ഞാൻ എൻജോയ് ചെയ്യുന്നില്ല. നാച്ചുറൽ ആക്ടിംഗ് ആണ് താങ്കളുടെ? ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യാറില്ല. എന്നെ അങ്ങനെ കമ്പയർ ചെയ്യും. ഞാൻ അങ്ങനെ വലിയ ആക്ടർ ഒന്നല്ല. എന്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചാണ് ആൾക്കാർ അഭിനയിക്കുന്നത്, അല്ല ഞാൻ ആക്ടറെ കൊണ്ടല്ല. എന്റെ പോപ്പുലാരിറ്റി ഉപയോഗിച്ചാണ് അഭിനയിക്കുന്നത്, അല്ല ഞാൻ വലിയ ആക്ടർ ഒന്നല്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച അത്ര മോശമല്ല, അത്ര മോശം ആക്ടർ അല്ല. പക്ഷേ താഴത്തെ കമന്റുകൾ വായിച്ചു കഴിഞ്ഞാൽ ഓടുമല്ലോ. നേര് പലതും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെ വന്നാലും ആക്ടിംഗ് പ്രോസസ് എൻജോയ് ചെയ്യുന്നില്ല. എൻജോയ് ചെയ്യുന്ന ഈ ചളി അടിക്കുന്നതാണോ? ചളിയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇന്റലക്ച്വൽ കാര്യം പറയുമ്പോഴാണ്. ഇന്റലക്ച്വൽ പ്ലഷർ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഇന്റലക്ച്വൽ പ്ലഷർ എന്ന് പറയും. അതായത് ഫിലോസഫി അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് അങ്ങനത്തെ കാര്യം ചർച്ച ചെയ്യാൻ താല്പര്യം. അത് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് മാത്രം ചെയ്താൽ ഞാൻ ഔട്ടാവും. ഈ മാസിന്റെ സപ്പോർട്ട് പോകും. എനിക്ക് മാസിന്റെ ക്ലാസിന്റെ രണ്ടുപേരും സപ്പോർട്ട് വേണം. ഇപ്പൊ ഞാൻ എപ്പോഴും രണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ബാഡ് ഫെയിം എന്നല്ല, താങ്കൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാനാവോ? അത് കുറെ മീഡിയ മാനിപ്പുലേറ്റ് ചെയ്യാനാണ്. നമ്മള് വേറെ ഞാനിപ്പോ എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും എന്തൊക്കെ കാര്യം പറയുന്നു. ഈ ഹണി റോസിലെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നതാണ് ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ കാര്യവും ഐസൊലേഷനെ കുറിച്ച് പറഞ്ഞ കാര്യമൊക്കെയാണ്. എന്തുകൊണ്ട് ഞാൻ എന്തുകൊണ്ട് ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് സദ്ഗുരു മോശമാണ്, എന്തുകൊണ്ട് ഞാൻ ക്വാണ്ടം മെക്കാനിക്സും ഫിലോസഫിയിൽ പറയുന്നത് അതുകൊണ്ട് വൈറലാവുന്നല്ലോ? അത് വൈറലാവില്ല, അങ്ങനത്തെ കാര്യം വൈറലാവില്ല. ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യം മാത്രമേ വൈറലാവുള്ളൂ. താങ്കൾക്ക് അത്രയും തൊലിക്കെട്ടിയുണ്ടോ? അതായത് ഈ ഫിലോസഫി സംസാരിക്കുമ്പോൾ നമുക്കൊരു അഭിമാന ബോധമാണ്, നമ്മൾ പഠിച്ചതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് നല്ല രീതിയിൽ താങ്കൾ റെൻഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇന്റർവ്യൂവിൽ. പക്ഷേ താങ്കൾ ഇതേ വാഗൊണ്ട് തന്നെ ഇതേ സംസാരിച്ച അതേ വ്യക്തി തന്നെ ഹണി റോസിനെ കുറിച്ചും മറ്റ് കാര്യങ്ങളെ സിനിമാ നടികളെ കുറിച്ചും ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു തരം മ്ലേച്ഛതയല്ലേ എന്ന് താങ്കൾക്ക് തോന്നിയിട്ടില്ല? ഇതൊരു മോശമായ പ്രവൃത്തിയാണ് താങ്കൾക്ക് തോന്നിയിട്ടില്ല? താങ്കൾ ലജ്ജിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് മോഹൻലാൽ അല്ലെ മമ്മൂട്ടി റൊസാക്കും മറ്റേ കണ്ണൂർ സ്ക്വാഡ് ഇതെല്ലാം ചെയ്യുന്നു, ഒപ്പം ടർബോ ചെയ്തത് അനോളജി. അപ്പൊ മമ്മൂട്ടി മോഹൻലാലും മാസ് മാത്രമല്ല, മാസും ക്ലാസ് രണ്ടുപേരും സപ്പോർട്ട് ഉണ്ട്. താങ്കൾ തിരിച്ച് മമ്മൂട്ടി മോഹൻലാൽ താങ്കൾ തിരിച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു അവര് രണ്ടുപേരും സപ്പോർട്ട് ഉണ്ട്. ക്ലാസ്സും ഉണ്ട് മാസും ഉണ്ട്, രണ്ടുപേരും ചെയ്യുന്നുണ്ട്. അതേ കാര്യം ഞാനും ചെയ്യുന്നുള്ളൂ. നടൻ ബാലയ്ക്കെതിരെ മുൻ ഭാര്യമാരായ അമൃത സുരേഷും എലിസബത്ത് ഉദയനും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി എലിസബത്ത് വീണ്ടും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളെക്കുറിച്ചും ബാലയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുമാണ് എലിസബത്ത് വെളിപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് സോഷ്യൽ മീഡിയ വൈറൽ താരമായ സന്തോഷ് വർക്കി. മുൻപ് ബാലയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സന്തോഷ് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. പലപ്പോഴും ബാലയുടെ വീട്ടിലേക്കും ഇദ്ദേഹം പോയിരുന്നു. എന്നാൽ ബാല തന്നെ 2 തവണ അടിച്ചിട്ടുണ്ടെന്നാണ് സന്തോഷ് പറയുന്നത്.
മുൻ ഭാര്യ നടനെതിരെ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നും അതിന് സാക്ഷിയായ വ്യക്തിയാണ് താനെന്നും പറഞ്ഞാണ് സന്തോഷ് വർക്കി എത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോയിലാണ് ബാലയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങൾ താരം പറഞ്ഞത്. ബാലയെക്കുറിച്ച് എലിസബത്ത് പറയുന്നതൊക്കെ സത്യമാണ്, അതിന് സാക്ഷിയാണ് ഞാൻ. ബാലയുടെ വീട്ടിൽ പല പെണ്ണുങ്ങളും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 2 തവണ എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അടിച്ച ആളാണ്. 2ാമത്തെ തവണ എന്നെ അടിച്ചതിന് ശേഷമാണ് ഒരു കള്ള വീഡിയോ എടുത്തത്. ശേഷം എന്റെ വീടറിയാം, വീട്ടിൽ വന്ന് അടിക്കുമെന്ന് പറഞ്ഞു. ബാലയുടെ കയ്യിൽ ഒരു അരിവാളുണ്ട്, അത് ഞാനും കണ്ടിട്ടുള്ളതാണ്, എന്നെയും അത് കാണിച്ചു. എലിസബത്ത് പറയുന്നതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞതൊക്കെ വളച്ചൊടിച്ചു. ഇയാൾ ജീവിതത്തിലും നല്ലോണം അഭിനയിക്കാൻ അറിയുന്ന വ്യക്തിയാണ്. തോക്കിന്റെ കേസിൽ എനിക്ക് ഒരുപാട് നഷ്ടമുണ്ട്. അഡ്വക്കേറ്റ് അത് വാദിക്കുന്നുണ്ട്. എത്രയൊക്കെ നഷ്ടമുണ്ടായാലും എനിക്ക് സത്യം പറയാതിരിക്കാൻ വയ്യ. ഞാൻ ബാലയെ പരിചയപ്പെടുന്ന സമയത്ത് പാലക്കാട് നിന്നും ഒരു പെൺകുട്ടി വരുമായിരുന്നു. അതിനെക്കുറിച്ച് എലിസബത്ത് ബാലയോട് ചോദിക്കുമ്പോൾ ഞാനും അവിടെയുണ്ട്. എന്നെ 2 തവണ വീട്ടിൽ വിളിച്ചു വരുത്തി ശാരീരികമായി ഉപദ്രവിച്ചു. ആശുപത്രിയിൽ കിടന്നപ്പോൾ മുതൽ എലിസബത്താണ് ബാലയെ ശുശ്രൂഷിച്ചത്. പക്ഷേ ഒരു നന്ദിയുമില്ലാത്ത രീതിയിലാണ് എലിസബത്ത് ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞത്. ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട്, അക്കൂട്ടത്തിലാണ് എന്നെയും ആക്രമിച്ചതെന്നും സന്തോഷ് വർക്കി പറയുന്നു. കഴിഞ്ഞ വർഷമാണ് ബാലയും സന്തോഷ് വർക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇദ്ദേഹത്തെ ബാല തടവിൽ വെച്ചിരിക്കുകയാണെന്ന തരത്തിൽ ആരോപണം വന്നെങ്കിലും സന്തോഷ് വർക്കി തനിക്കെതിരെ ചാരപ്പണി നടത്തുകയാണെന്നാണ് ബാല പറഞ്ഞത്. എന്നാൽ ബാലയെ തനിക്ക് പേടിയാണെന്നും അദ്ദേഹത്തിനൊപ്പം ഗുണ്ടാ സംഘമുണ്ടെന്നുമൊക്കെ അന്നും സന്തോഷ് പറഞ്ഞിരുന്നു. ഇതേ കാര്യങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് ബാലയുടെ മുൻ ഭാര്യയായ എലിസബത്തും സംസാരിച്ചത്. ഇത്രയും കാലം തന്നെയും ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു എന്നും അതാണ് ഒന്നും മിണ്ടാതിരുന്നതെന്നുമാണ് ഡോക്ടർ കൂടിയായ എലിസബത്ത് പറഞ്ഞത്. മകളുടെ പേരിൽ ഉണ്ടായിരുന്ന ഇൻഷുറൻസിലും വിവാഹമോചന രേഖകളിലും ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച ബാലയുടെ മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷും രംഗത്ത് വന്നിരുന്നു. തന്റെ ഒപ്പടക്കം മാറ്റിയിട്ടുണ്ടെന്നും അമൃത ആരോപിച്ചിരുന്നു. പിന്നാലെയാണ് എലിസബത്ത് രംഗത്ത് വരുന്നത്.